നിങ്ങളുടായ കർവൻ അങ്ങനെ ഇരിക്കുന്നതായ മഹാസൂരു അല്ലെ, ആ മഹാസൂരുക്ക് അനുഷ്ഠിച്ച പ്രകാരമുള്ള കർമ്മങ്ങൾ നൃത്തഗീതാദി അനുഷ്ഠാനം എന്ന കർമ്മം, ആ നൃത്തഗീതാദി അനുഷ്ഠാന കർമ്മങ്ങൾ നിങ്ങൾ കൊണ്ടാടി ധനുമാസം എന്നിരിക്കുന്നതായ നൽപ്പൊഴുത് മുൻപേ താഴ്ചയും നവരാത്രിയും ശിവരാത്രിയും അല്ലെ, പൂരം ചിങ്ങമാസത്തില നന്ദാർ ദീപങ്ങളും ഒക്കെ കൂടിക്കഴിഞ്ഞിട്ട് കൊത്തിയകന് കുറിച്ച് കുർമാനം പറമ്പുതാറ് പാറക്കകത്ത് അല്ലെ, ലോകർക്കും അഭീഷ്ടപൂർത്തിയായി പറമ്പുതാറ് പാറക്കകത്ത് ലോകരുടെ ആത്മസ്വരമണി അല്ലേ, മഹാലോകരെ അല്പസ്വരമണിയല്ലേ ഞാൻ. പന്മലക്കോട്ടയിൽ വാണിരിക്കുന്നതായ പന്മലമാണോ നിന്നിരിക്കുന്നതായ അല്ലെ, അനീത് പൊറുക്ക വയ്യാതായ മൃഗാർത്തരത്തെ ഇല്ലായ്മ ചെയ്യുവാൻ കൂട്ടമായിട്ട് വട്ടം കൂടുന്നതായ സ്ഥലമാണ് വേളത്തരവന. ആ 3000 പ്രഭു 30,000 പ്രജകളും ആ മഹാ സന്നിധിങ്കലെ ഈ ശക്തി ഉചിതമുള്ള അമ്മയാണ്, ഒന്ന് കാണിച്ചു തരണം എന്ന് എല്ലാവരും കൂട്ടായിട്ട് പ്രാർത്ഥിച്ചതാണ്. ആ വേളത്തരമനെ പന്മലക്കോട്ടയിൽ വാണിരിക്കുന്ന പന്മലമാണോന്റെ സ്ഥിരസ്ഥലത്ത് 3.25 നാഴിക കൊണ്ട് ഞാൻ വേളത്തരമനയിൽ കൊണ്ട് ബോധിപ്പിച്ചിരിക്കുന്ന അതും ക്രാവനൻ വീർനാളൻ എന്ന ക്രാവൻ. ആ ക്രാവനോടാണ് ഞാൻ. രൂപമില്ല എനിക്ക്, ഭാവവുമില്ല അല്ലേ, അത് കഥകളറിയാം, അത് ലോകം എനിക്ക് പറയണം. ആവട്ടെ, അങ്ങനെ ഇരിക്കുന്ന ഉചിതമുള്ള ശക്തിയാണ്. അത് ഏത് സമയത്ത് ആരിൽ എപ്പോഴും തോന്നിപ്പിക്കുമെന്ന് ധർമ്മമാർഗത്തിലൂടെ ചലിക്കുന്ന ആൾത്തരങ്ങളിൽ ഞാൻ ഉണ്ടാവും. ധർമ്മസ്ഥാപയാണ് ധർമ്മത്തിലൂടെ ചരിക്കുക അല്ലെ വിലായിക്കൊണ്ടായമാരെ ഏവരോടും തന്നെ എല്ലാവർക്കും അമ്മയുടെ കരുണാമൃത രസം എന്നും ഉണ്ടാവും. എന്റെ ഭക്തോത്തകന്മാർക്ക്, എന്റെ കുഞ്ഞുകിടാങ്ങളോട് എനിക്കുള്ള അല്ലെ കരുണാമൃത രസം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ആരും എണ്ണി മറന്നും ആരും കേട്ടോ തെറ്റപ്പെടുത്തണ്ട. ആകാശത്തിലെ മഴത്തുള്ളികൾ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ അല്ലെ, സമുദ്രജലം, തരിമണൽ, ഇങ്ങനെയിരിക്കുന്നതായ അനുഭവങ്ങളെല്ലാം എണ്ണിയും മണന്നും തിട്ടപ്പെടുത്തിയാലും ഈ മുണ്ടിയിൽ വാടുന്ന ചണ്ഡികയുടെ കരുണാമൃത രസം എത്രത്തോളം ഉണ്ടെന്ന് അല്ലെ ആരും എണ്ണിയും മണന്നും തിട്ടപ്പെടുത്തണ്ട കേട്ടോ. അത് തന്റെ ഭക്തോത്തകന്മാരിൽ എന്റെ കുഞ്ഞുകിടാങ്ങളിലേക്ക് അല്ലെ പ്രവഹിച്ചു വരുന്നതായ മാതൃവാത്സല്യമാണ്. അതെപ്പോഴും വരും കേട്ടോ, ഏത് സമയത്തും എപ്പോഴും ഉണ്ടാവും. ആയതുകൊണ്ട് ഭക്തിയിട്ട് പാറായിരിക്കട്ടെ. 3 നേരം അന്നം തന്നു പോരുന്നായ മഹാമായ അല്ലെ, ഒരു ദിനം 3 നേരം അന്നം തന്നു പോരുന്ന ജഗദംബികയാണ് ഈ അമ്പ അല്ലെ. സാവതാരം ചങ്ങാതി എന്നിരിക്കുന്നതായ ആ നാമ സങ്കീർത്തനങ്ങൾ അല്ലെ, ഗോവിന്ദ എന്നിരിക്കുന്നതായ നാമം ഈ ഗോവിന്ദയിൽ ഓടിച്ചേർന്നിരിക്കുന്ന നാമമാണ്. ഗോവിന്ദ ഹരിഗോവിന്ദ, ഗോവിന്ദയും ഹരിയാകുന്ന ഗോവിന്ദനും കൂടിച്ചേർന്നിരിക്കുന്നതായ ആ നാമസങ്കീർത്തനം അത് ഉച്ചരിച്ചുകൊണ്ട് പരിപാലിക്കാം. ശേഷം മഹാലോകരെ ആരംഭം അമ്മയുടെ കർമ്മമാണ്. പറമ്പതാര് പാറക്കകത്ത് അല്ലെ മഹാലോകരെ അല്ലെ, ഈ ദേശത്തെ 10 ചേർന്ന് കർമ്മിക്കുന്നതായ കർമ്മം വരെ അമ്മയുടെ കർമ്മം കൊണ്ടാണ് അല്ലെ. ദശാവതാരം ചങ്ങാതി എന്നിരിക്കുന്നതായ ദേശത്തെ 10നും 3 വിളങ്ങിയിരിക്കുന്നതായ സന്നിധിയുണ്ട് അല്ലെ. ആ സത്താമാത്ര സുരവൻ എങ്കിലും ഈ പറമ്പ് 4 പാറക്കകത്ത് പ്രചരണമായിരിക്കുന്ന ശബ്ദധ്വനികളും ഖണ്ഡാരങ്ങളും ശേഷം 4 എന്റെ വിനായകരുടെ നായന്മാർക്കും 4 പാറക്കകത്തലോരും മഹാലോകര എവർക്കും അല്ലെ ഇനി ഒരു സംവത്സരം കഴിഞ്ഞിട്ട്